ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മുടെ KSRTC ബസ്സിൻ്റെ അപ്ഡേഷൻ ആയിട്ടാണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ KSRTC ബസ്സിൻ്റെ പാർട്ട് 17 വീഡിയോ ആണ് ഗൈസ് നമ്മൾ ചെയ്യുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഫ്രണ്ട് ആക്സിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. അത് നമ്മൾ സർവോ മോട്ടോർ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ KSRTC ബസ് ഒരു RC ബസ് ആക്കാനാണ്. അപ്പോൾ നമ്മൾ മോട്ടറും കാര്യങ്ങളൊക്കെ വെച്ച് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫ്രണ്ട് ആക്സിൽ ഉണ്ടാക്കിയത് സർവോ മോട്ടോർ ഉപയോഗിച്ചാണ് ഗൈസ് അതിൻ്റെ ടേണിംഗ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മളിത് വളരെ സിമ്പിളായിട്ടാണ് ഗൈസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ വർക്കിംഗ് കൂടെ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള രീതിക്കാണ് ഗൈസ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നതും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ് ചെയ്ത് വെക്കുക ഗൈസ്. ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കൂടെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ ഈ വണ്ടിയുടെ തന്നെ റിയർ ആക്സിൽ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾ അതും കൂടെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായിട്ട് നമുക്ക് ആവശ്യമുള്ള PVCയുടെ ഒരു പീസാണ് ഗൈസ്. നമ്മൾ PVC കട്ട് ചെയ്ത് അത് ഹീറ്റ് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഫ്ലാറ്റ് ആക്കി എടുത്തേക്കുന്നതാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ 2 പീസ് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. നിങ്ങളത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഗൈസ്. ഗൈസ്, അപ്പോൾ ഇതേപോലത്തെ 2 പീസാണ് വേണ്ടത്. ഇത്രയും ഒരു ചെറുതാക്കി നമ്മൾ കട്ട് ചെയ്ത് നിങ്ങളുടെ വണ്ടിയുടെ ഒരു അളവും പിന്നെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. നമ്മളങ്ങനെ 2 പീസ് കട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മളിതിൻ്റെ സർവോ മോട്ടർ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സർവോ മോട്ടർ ഇതിൻ്റെ നടുക്ക് വെക്കുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, ഇത് ഇതേപോലെ ഇരിക്കും ഗൈസ്. നമ്മൾ ആദ്യമേ ഈ പീസ് ഒന്ന് ഈ മോട്ടറുമായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം ഗൈസ്. അപ്പോൾ നിങ്ങൾ ഒട്ടിച്ച് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ മോട്ടറിൽ ആ 2 PVCയുടെ ചെറിയ പീസ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഇതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. കറക്റ്റ് മോട്ടർ ആ ഒരു സെൻറ്റർ ഭാഗത്താക്കി വേണം നമ്മളെ ഒട്ടിക്കാൻ വേണ്ടി. അടുത്തായിട്ട് നമുക്ക് ഇതുപോലത്തെ 2 ചെറിയ പീസ് വേറെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഗൈസ്. ഇതെന്ന് പറയുമ്പോൾ ടയറൊക്കെ സെറ്റ് ചെയ്യാൻ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന പോലെ തന്നെ അതിൻ്റെ ആ ഒരു സൈഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാനുള്ളതാണ് ഗൈസ്. ഇതിങ്ങനെ വളച്ച് സെറ്റ് ചെയ്യണം ഗൈസ്. നമ്മളപ്പോൾ അതൊന്ന് വളച്ച് ആ ഷേപ്പ് ആക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. 2 അതുപോലത്തെ വേണം ഇത് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഈ ഷേപ്പിലാണ് ഗൈസ് നമ്മൾ വളച്ചെടുക്കേണ്ടത്. നമ്മൾ 2 പീസും ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കണം ഗൈസ്. ഈ 2 പീസും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു PVCയിൽ കയറി നിൽക്കുന്ന രീതിക്ക് വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ. നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഇതിൻ്റെ നീളം കുറച്ചിട്ടുണ്ട് ഗൈസ്. നമ്മുടെ വണ്ടിയുടെ ഒന്ന് അളവും വെച്ച് നോക്കിയപ്പോൾ കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതേപോലെ ആ 2 പീസ് ഇതുപോലെ കയറി നിൽക്കണം ഗൈസ്. ഇതേപോലെ വേണം നമ്മൾ സെറ്റ് ചെയ്യുക. എന്നാൽ നമ്മൾ ടയറും കാര്യങ്ങളും വയ്ക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനും പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ടൈറ്റായിട്ട് ഇടുന്ന ഇങ്ങനെ തിരിയല്ല ഗൈസ്. പിന്നെ നമ്മൾ ഇതിൽ ടയർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ നടുവിലായിട്ടൊരു ഹോൾ വേണം ഗൈസ്. പിന്നെ ഇതാണ് നമ്മുടെ ടയർ വരുന്നത്. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്താണ് ഗൈസ്. അപ്പോൾ ഈ ടയർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയുടെ ലിങ്കും ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. താല്പര്യമുള്ളവരുന്ന് കയറി കാണുക. പിന്നെ നമ്മൾ ഈ ടയർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ ഒരു പെയിൻറ്റ് ബ്രഷിൻ്റെ ആ ഒരു സ്റ്റിക്കാണ് ഗൈസ് ഉപയോഗിക്കുന്നത്. ഈ സാധനം ഇതുപോലെ വെയറിങ്ങിൻ്റെ അകത്ത് നല്ല ടൈറ്റായിട്ട് കയറി ഇരിക്കുകയും ചെയ്യും. പിന്നെ ഇതിലൊരു ഹോൾ ഇട്ട് ഇതിൻ്റെ ബാക്കി നമ്മൾ അതിൻ്റെ അകത്ത് കയറ്റി വരുന്ന പശയിട്ട് നന്നായിട്ട് ഒട്ടിച്ച് വെച്ചാൽ ഗൈസ്. നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ഹോൾ ഇട്ടിട്ട് ഈ ടയർ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതേപോലെയാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ടയർ ഇത് അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ സ്മൂത്തായിട്ട് തന്നെ ടയർ കറങ്ങുന്നുമുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ 2 സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഇതിൻ്റെ ലുക്കും വരുന്നത് ഗൈസ്. അപ്പോൾ നമ്മുടെ ടയർ 2 അടിപൊളിയായിട്ട് തന്നെ കറങ്ങുന്നുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ ഇതിൽ പശ ഒഴിക്കുമ്പോൾ ആ ബെയറിങ്ങിൻ്റെ അകത്തേക്ക് പോകാതെ ശ്രദ്ധിക്കണം. അതിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഒട്ടിപ്പോവും. പിന്നെ നല്ല ടൈറ്റായിട്ടൊക്കെ കറങ്ങത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം ഗൈസ് ചെയ്യാൻ വേണ്ടി ഗൈസ്. അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ടയറിൻ്റെ 2 ഭാഗങ്ങളും എടുത്തിട്ട് ഈ 2 സൈഡിലായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കമ്പി കഷ്ണം എടുത്തിട്ട് ഈ 2 PVCയുടെ നടുവിലൂടെ ഒരു ഹോൾ ചെയ്യും. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ കമ്പി കഷ്ണം ഇറക്കി വെച്ച് ലോക്ക് ചെയ്തിട്ടാണ് ഗൈസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 2 സൈഡിൽ നമ്മളത് സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മൾ 2 സൈഡിലും സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് പറഞ്ഞത്. നടുവിലൂടെ ഒരു ചെറിയ കമ്പി കഷ്ണം 2 സൈഡിലും നമ്മൾ ഇതുപോലെ ഇറക്കി വെച്ചിട്ടാണ് ഗൈസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് ഒക്കെ വരുന്നത്. ടയറൊക്കെ സ്മൂത്തായിട്ട് തന്നെ കറങ്ങുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ ഇത് 2 നേരെ വെച്ചിട്ട് വേറൊരു പീസ് വെച്ചും കൂടെ സെറ്റ് ചെയ്യണം ഗൈസ്. ഈ 2 സൈഡിലും വേറൊരു പീസ് നമ്മൾ ചെറുത് ഒരെണ്ണം വെക്കണം.
ഗൈസ്. അപ്പോൾ ഇതാണ് പീസ് വരുന്നത്. ഇതുപോലത്തെ ചെറിയൊരു 2 പീസ് കട്ട് ചെയ്തിട്ട് ഈ ഒരു കമ്പിയിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുത്താൽ മതി, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ജസ്റ്റ് ഒന്ന് ഹോൾ ചെയ്ത് അതിലേക്ക് ഇറക്കി വെക്കുക, ജസ്റ്റ് ഒന്ന് ഒട്ടിക്കുക, അത്രേ ഉള്ള പരിപാടി. അപ്പോൾ നമ്മളത് ചെയ്തിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ 2 പീസും ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്, 2 സൈഡിലും. പിന്നെ നമ്മൾ ആ 2 പീസിൻ്റെ ഫ്രണ്ടിലായിട്ട് 2 ഹോൾ ചെയ്തിട്ട് ഒരു കമ്പി എടുത്തിട്ട് 2 കൂടെ യോജിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. എന്നാലും നമ്മൾ ഒരു ടയർ തിരിക്കുമ്പോൾ മറ്റേ ടയറും കൂടെ തിരിയത്തുള്ളൂ ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തെടുത്തേക്കുന്നത് ഗൈസ്. പിന്നെ ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്, ഇത് നമ്മൾ സർവോ മോട്ടറുമായിട്ട് കണക്ട് ചെയ്യണം ഗൈസ്. അപ്പം അതിനുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി നമ്മുടെ സർവോ മോട്ടർ മേടിക്കുമ്പം തന്നെ കിട്ടുന്നൊരു സാധനമാണ് ഗൈസ്. അപ്പം നമുക്ക് അത് ആവശ്യമുണ്ട്. അപ്പം നമ്മൾ അതെടുത്തിട്ട് നമ്മുടെ സർവോ മോട്ടറുമായിട്ട് അത് ഇങ്ങനെ കണക്ട് ചെയ്യുക ഗൈസ്. ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. പിന്നെ നമ്മൾ അത് കണക്ട് ചെയ്യുമ്പോൾ ചെരിഞ്ഞൊന്നും പോകില്ല, നല്ല സ്ട്രൈറ്റ് ആയിട്ട് വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക ഗൈസ്. സ്ട്രൈറ്റ് ആയിട്ട് വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ അതിൽ ഹോളുണ്ട്, പിന്നെ നമ്മൾ ഈ PVC-യിൽ ഒരു ഹോൾ ഇട്ടിട്ട് ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ വെച്ച് കണക്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇതേപോലെയാണ് ഗൈസ് സെറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു വെള്ള സാധനത്തിൽ ഏകദേശം ഒരു 5 ഹോളുണ്ട് ഗൈസ്. അപ്പം നമ്മൾ PVC ആയിട്ട് ഇത് ചെയ്യുമ്പോൾ ഏത് ഹോളിലാണ് ഇത് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ആ ഒരു ഹോളിൽ നമ്മൾ കയറ്റിയിട്ടാൽ മതി ഗൈസ്. എന്നിട്ടൊന്ന് ചെറുതായിട്ട് ലോക്ക് ചെയ്ത് വെക്കുക. ഒന്നെങ്കിൽ ഒരു വേറൊരു PVC കഷ്ണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം ചെറുതായിട്ട് കട്ട് ചെയ്ത് ആ ഒരു കമ്പിയുടെ ഫ്രണ്ടിൽ ഒന്ന് ഒട്ടിച്ച് വെച്ചാൽ ഗൈസ്. ജസ്റ്റ് ഒന്ന് ഊരിപ്പോവല്ല, അത്രേ നമ്മുടെ ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാം ഗൈസ്. ജസ്റ്റ് ഇതിൻ്റെ വർക്കിംഗ് കൂടെ ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ്. നമ്മൾ പരിപാടിയൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് 3.7 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററിയാണ് ഗൈസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സർവോ മോട്ടർ നമ്മൾ ചെറുതായിട്ടൊന്ന് മോഡിഫൈ എടുത്തതിന് ആ ഒരു വീഡിയോ ചെറിയ ഷോർട്ടായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഗൈസ്. എൻ്റെ ലിങ്കും വേണം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഗൈസ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് വരുന്നത് അടിപൊളി സ്മൂത്തായിട്ട് തന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. പിന്നെ അത്യാവശ്യം നല്ല പവറും ഉണ്ട് ഗൈസ്. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. ഇതാണ് എൻ്റെ ജസ്റ്റ് വർക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഗൈസ്, അപ്പം നമ്മുടെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഗൈസ്. പിന്നെ ചാനൽ സബ് ചെയ്ത് വെക്കുക. ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസും മിനിയേച്ചർ വീഡിയോസും ഇതൊക്കെ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടാൻ വേണ്ടി ചാനൽ ഒന്ന് സബ് ചെയ്ത് വെക്കുക ഗൈസ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഈ KSRTC ബസ്സിന് ഓരോ പാർട്ട് വീഡിയോസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ എല്ലാ പാർട്ടും ഒരുമിച്ച് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അതിലെല്ലാ വീഡിയോസും ആളാക്കിയിട്ടുണ്ട്, ഫസ്റ്റ് പാർട്ട് തൊട്ടുള്ള. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളത് കയറി നോക്കുക ഗൈസ്. പിന്നെ നമ്മുടെ ഈ വണ്ടിയുടെ തന്നെ റിയർ ആക്സിൽ ഉണ്ടാക്കുന്നതിന് ടയർ ഉണ്ടാക്കുന്നതിന് വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം ഗൈസ്. പിന്നെ നമ്മുടെ Instagram ID കൂടെ താഴെ കൊടുത്തേക്കാം, താല്പര്യമുള്ളതെന്ന് ചെക്കൗട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം ഗൈസ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും പറയാം ഗൈസ്. അതുവരെയ്ക്കും ബൈ.